നമ്മളെ ബഹുമാനിക്കുന്നവരെ തിരിച്ചും ബഹുമാനിക്കണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? അതാ നമുക്ക് തോന്നിയേക്കുന്നത്. നമ്മളെ അവർ ബഹുമാനിക്കുന്നത് നമ്മൾ അവരെക്കാളും മുകളിലായതുകൊണ്ടാണ് ഞാൻ അവരെ തിരിച്ച് ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ ജീവിത പങ്കാളികളുടെ ഇടയിൽ അങ്ങനെ ചില തോന്നലുകളുണ്ട്. ചിലപ്പോൾ ഭർത്താക്കന്മാർക്കായിരിക്കാം, ഭാര്യമാർക്കായിരിക്കാം. എന്റെ ജീവിത പങ്കാളി എന്നെ ബഹുമാനിക്കണം, പക്ഷെ തിരിച്ച് അവളെ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാനാണല്ലോ ബഹുമാനിക്കപ്പെടേണ്ട ആള്. ബഹുമാനിക്കപ്പെടേണ്ട ആളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്നറിയാവാ? തന്നെ ബഹുമാനിക്കുന്നവരെ തിരിച്ച് ബഹുമാനിക്കാനുള്ള വ്യക്തിത്വമാണ്. അതില്ലെങ്കിൽ നിന്നെ ഒരാൾക്കും ബഹുമാനിക്കാൻ തോന്നത്തുമില്ല, നിനക്ക് ബഹുമാനം അർഹതയുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നത്തെ വചനത്തിൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് വചനം പറയുന്നത്. ആ വചനം പറഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇത് പിതാവായ ദൈവം മുകളിലും പുത്രൻ താഴെയുമാണെന്നാണ്. പക്ഷെ ആ വചനം മുമ്പോട്ട് പോകുമ്പോൾ പറയുന്ന ഒരു മനോഹരമായ കാര്യമുണ്ട്. പിതാവായ ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. അതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത്. എന്നെ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടത് ബഹുമാനമാണ്, ആദരവാണ്. അതെന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ അവര് തരുന്ന ബഹുമാനത്തിന് അർഹനല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.